ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ചെയ്ത കുറച്ച് ക്രോഷിയോടെ പ്രൊഡക്റ്റുകൾ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അങ്ങനെ ഒരുപാട് ക്രോഷ്യോ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. ഒരു ദിവസം ഒരു 1-2 മണിക്കൂറൊക്കെയാണ് ഞാൻ ക്രോഷ്യോ ചെയ്യാറുള്ളൂ. അതിന് കാരണമുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൽ കൂടുതൽ ക്രോഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ചെയ്യുന്നവർക്ക് നല്ല നീറ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 2 മണിക്കൂറിൽ കൂടുതലൊന്നും ഞാൻ അങ്ങനെ അധികം ക്രോഷ്യോ ചെയ്ത് അങ്ങനെ വെക്കാറില്ല. ചെയ്യുന്ന സമയം നല്ല റിലാക്സ് ചെയ്ത് ഒരു 1-2 മണിക്കൂറൊക്കെ ചെയ്യും. അപ്പം ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്, വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ബാഗുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അത് പല ത്രെഡിൽ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഓർഡറുകൾ വന്നുകൊണ്ടിരുന്നിരുന്ന സമയത്ത് ഞാൻ പുറത്തോട്ടാണ് കൂടുതലും ബാഗുകൾ ചെയ്ത് കൊടുത്തോണ്ടിരുന്നിരുന്നത്. ബാഗ് പിന്നെ മാറ്റുകൾ ഒക്കെയാണ് ഞാൻ കൂടുതലും ചെയ്ത് കൊടുത്തോണ്ടിരുന്നിരുന്നത്. പിന്നെ ഈ മൈഗ്രെയിൻ്റെ പ്രോബ്ലംസ് കുറച്ച് കൂടുതൽ എന്നെ എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്താണ് ഞാൻ ഈ ഓർഡർ എടുത്തിട്ട് പുറത്തോട്ട് ചെയ്ത് കൊടുക്കലൊക്കെ ഒന്ന് നിർത്തി. അപ്പം എനിക്ക് ഇപ്പോൾ കമൻസിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗുകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് പോയാലോ. അപ്പോൾ ആദ്യം ഈ ചെറിയൊരു പേഴ്സ് കാണിച്ചിട്ട് തുടങ്ങാവേ. ഇത് ഞാൻ ക്രോഷ്യോ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ചെയ്ത ഒരു കുഞ്ഞൊരു പേഴ്സാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഇപ്പോഴും പൈസ എടുത്ത് വയ്ക്കാറുണ്ട്, പ്രത്യേകിച്ച് ഷാഞ്ഞാണ്ടേന്ന് അടിച്ച് മരുന്ന പൈസ. ഇതിനകത്ത് ഉണ്ടായിരുന്ന പൈസ ഞാനിപ്പോൾ മാറ്റിയിട്ട് ആണിപ്പോൾ ഇതെടുത്തത്. ഇതൊരു രാശിയുള്ളൊരു പേഴ്സും കൂടിയാണ് കേട്ടോ. ഇതൊരു ബേസിക് സ്റ്റിച്ച് വെച്ചിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ചിട്ട് ചെയ്തതാണ്. ഇതിനകത്ത് ഒരു കുഞ്ഞ് ബട്ടണൊക്കെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ലൂപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ. ഇതിന് നമ്മുടെ ബാഗിൻ്റെ അകത്തൊക്കെ ക്യാരി ചെയ്ത് പോകാനായിട്ട് നമുക്ക് എളുപ്പമുള്ള ഒരു ഇതാണ്. ഇത് ചെയ്തിരിക്കുന്നത് കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ്. ഇത് നമുക്ക് മാജിക് നീഡിലിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. നമുക്ക് കോട്ടൺ യാൺ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കോട്ടൺ യാൺ വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വേറെ ബാഗുകൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗുകൾ ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. കോട്ടൻ്റെ തന്നെ ത്രെഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് ബാഗാണ്. ഇതിപ്പം ഇതിന് വള്ളിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഈ അറ്റത്തെല്ലാം വേറെ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളില് ലൈനിങ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ചെറിയ പേഴ്സിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ പക്ഷെ ലൈനിങ്ങും വേറെ ലെയറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതും ആ സെയിം ത്രെഡ് തന്നെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് വേറെ ഒരു ബാഗാണ്. ഇത് പക്ഷെ വേറെ ഒത്തിരി കളേഴ്സും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ്. പിന്നെ ഇത് ഈ 2 എണ്ണത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന സൈസിലുള്ള വേറൊരു ചെറിയൊരു ബാഗാണ്. ഇത് പക്ഷെ ഇത് ലൈനിങ് കൊടുക്കാണ്ട് ചെയ്തിരിക്കുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ ചെറിയൊരു ബട്ടണും ചെറിയൊരു ലൂപ്പും ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ഈ ലൈനിങ് നമ്മൾ കൊടുക്കാണ്ട് ബാഗും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ വെക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ അധികം വെച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് പക്ഷേ സാധനങ്ങൾ നമ്മൾ വെക്കുന്ന അനുസരിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇതിൽ ലൈനിങ് ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഷെൽ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിന് ഇതുപോലെ ഇതിൻ്റെ ക്രോഷ്യോ വെച്ചിട്ട് തന്നെയാണ് വള്ളിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് 3ഉം ഞാൻ കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ഈ 3 ബാഗും. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബാഗുകളാണ് കേട്ടോ. വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേ സെയിം ത്രെഡ് തന്നെ കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന വേറെ ഒരു ബാഗാണ് ഇതൊരു പൗച്ച് പോലെ നമുക്ക് ഇങ്ങനെ ഇത് കണ്ടോ. നല്ല ഭംഗിയാണ് ഈ ബാഗ്. നമുക്കിങ്ങനെ സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ കുഞ്ഞു സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്കിതാ ഇങ്ങനെ ഇടാം. അത് കഴിഞ്ഞിട്ട്
നമുക്ക് ഈ പാർട്ടിക്കൊക്കെ പോകുന്ന ടൈപ്പ് ബാഗാണ്. നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിങ്ങനെ കെട്ടാം. നമുക്കിങ്ങനെ ക്യാരി ചെയ്യുന്ന ടൈപ്പ് ബാഗ്. കുഞ്ഞ് ബാഗ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ടൈപ്പ് ബാഗാണിത്. ഇത് ഒരു എന്താ പറയാ, നമ്മുടെ ഡ്രസ്സിന്റെ മാച്ചിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബാഗാണ് കേട്ടോ. അത് ഇങ്ങനെ കുഞ്ഞ്, ഇത് ചെറുതും ചെയ്യാം വലുതും ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്ക് ഈ ലെഹങ്ക അതുപോലെയുള്ള ഡ്രസ്സുകളുടെ മാച്ചിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പൗച്ച് പോലത്തെ ഒരു ബാഗാണ്. അപ്പൊ ഇത് 4 പിന്നെ ഇതിന്റെ ലെങ്ത്തിലുള്ള ടൈപ്പ് ഒക്കെ പേഴ്സ് ടൈപ്പുള്ള ഇതുകളും എല്ലാം ഞാൻ ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തു കൊടുക്കുന്ന സാധനങ്ങളുടെ ഒന്നിൻ്റെയും ഞാൻ ഫോട്ടോ എടുത്ത് വെക്കൂല. ഞാൻ മറന്നു പോകും ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഒന്നും കുറേ ഒന്നുമില്ല. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ഞാൻ പോസ്റ്റ് ചെയ്യാവേ. എന്തിൻ്റെങ്കിലും ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ, ഇൻസ്റ്റയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ഇടാട്ടോ. അപ്പം ഇതാണ് കോട്ടണിൽ ഞാനിപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി ഞാൻ വേറെ ത്രെഡിലുള്ളത് എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് എന്നുള്ളത് കാണിച്ചു തരാവേ. പിന്നെ അടുത്ത ത്രെഡിലുള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോട്ടന്റെ തന്നെ കനം കൂടിയ ടൈപ്പിലുള്ളതാണ്. കോട്ടൺ പ്ലസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് യാണിലുള്ള ഒരു ത്രെഡാണ് ഇത്. ഇത് നമ്മൾ നമ്മുടെ മൊബൈലൊക്കെ ക്യാരി ചെയ്യാനും ഒക്കെ പറ്റുന്ന ടൈപ്പാണ്. നമുക്കിപ്പോൾ ഈ ചെറിയ പേഴ്സ് ഇല്ലേ കോട്ടന്റെ, അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പൈസയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈലും കൂടി ഇതിൻ്റെ ഒപ്പം നമുക്ക് ക്യാരി ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാം. ടീനേജേഴ്സിനൊക്കെ നമുക്ക് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ പോകാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ഇതാണ്. നല്ല ഭംഗിയാണ് ഇതിട്ടിട്ട് പോവാനായിട്ട് കേട്ടോ. പിന്നെ ഈ ചെയിനും കാര്യങ്ങളും എല്ലാം നമുക്ക് ആമസോണിൽ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഇത് ഊരിയിട്ട് നമുക്ക് വേറെ ഇതിലും ഒക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും. ഇതുപോലെയുള്ള ബാഗുകളിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ചെയ്തിട്ടുള്ള ഒരു ബാഗാണ് ഇത്. ഇത് ചെയ്തിരിക്കുന്നത് ടീഷർട്ട് യാൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ടീഷർട്ട് യാൺസ് നമുക്കിതാ ഇങ്ങനെയാണ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുക. ഇതുപോലെ വലിയ വലിയ റോളായിട്ടാണ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുക. ഇത് വെച്ചിട്ട് നമുക്ക് ബാഗുകൾ നമുക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ടീഷർട്ട് യാൺസ് ഇതിൻ്റെ ഇങ്ങനത്തെ കിട്ടും. പിന്നെ ചെറിയ റോളുകളും നമുക്ക് കിട്ടും. ഇങ്ങനെ ലോങ്ങിലിരിക്കുന്ന ടൈപ്പ് റോളായിട്ടും കിട്ടും കേട്ടോ. ഇങ്ങനത്തെയാണ് മേടിക്കാറുള്ളത്. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ടീഷർട്ട് യാണിൽ നമ്മൾ ബാഗ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിഷൻ വാഷ് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് ലാസ്റ്റും ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇത് ടീഷർട്ട് യാണിൽ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു പേഴ്സ് പോലത്തെ ഒരു ബാഗാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ ഈ ചെയിനൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതേ കളറിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള അതേ ടീഷർട്ട് യാൺ കൊണ്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള വേറെ ഒരു ബാഗാണിത്. എനിക്ക് തോന്നുന്നു ഞാൻ ഓർഡർ കിട്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു ബാഗാണ് ഈ ബാഗ്. എനിക്ക് തോന്നുന്നു എത്ര ബാഗ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എണ്ണിയിട്ടില്ല ഈ ബാഗ്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഒത്തിരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാഗുകളുടെ ഓറഞ്ച്, റെഡ്, വൈറ്റ്, ബ്ലൂ, അങ്ങനെ ഒത്തിരി കളർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഈ കളറിലാണ് ഞാൻ ചെയ്തത്. ഇത് ഞാൻ വാഷ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് റിവേഴ്സിബിളും ആണ് കേട്ടോ ഈ ബാഗ്. ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ചാലും നമുക്കിത് കണ്ടോ ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, അതാണ് ഈ ബാഗിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
അത് കാരണം കൊണ്ട് തന്നെ ഈ ബാഗ് എനിക്ക് ചെയ്തു കൊടുക്കുമ്പോഴും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഇത് നമുക്ക് വാഷ് ചെയ്ത് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ടോ ഒക്കെ നന്നായിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബാഗായിരുന്നു. ഇതേ ടീഷർട്ട് യാൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പൊ ഇത് അടുത്തൊരു ബാഗാണ്. ഇത് ഞാൻ ഒത്തിരി നാൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാഗാട്ടോ. അതുപോലെ തന്നെ ടീഷർട്ട് യാണിൽ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ബാഗാണ് ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇത് പക്ഷെ ഇതിങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് ഒരു ബാഗാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു ഓർഗനൈസർ വെച്ചിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതുപോലെ. ഇതിന് നമുക്ക് ഇതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ തന്നെ എൻ്റെ സിൽവറിൻ്റെ ഇതുണ്ട്, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ കയ്യിൽ വേറെ എന്താണ് ബ്രൗൺ കളറിലുള്ള വേറെ വള്ളിയുണ്ട്, അത് ഇട്ടിട്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ ഈ ബാഗ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ചെയ്തെടുത്ത ഒരു ബാഗാണ്. പക്ഷെ ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പേടിച്ചിരിക്കുകയാണ്. ചെയ്യലൊക്കെ ഭയങ്കര ഈസി ആയിട്ട് വേഗം ചെയ്തെടുത്തു. പക്ഷെ ഇത് വൈറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിരിക്കുക. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്താ, ഇത് ഭയങ്കര ഒരു സോഫ്റ്റ് യാൺ വെച്ചിട്ട് ചെയ്തെടുത്തൊരു ബാഗാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ബാഗ് കാണാനായിട്ട്. ഇതിനൊരു ചെറിയൊരു ഗ്ലിറ്റർ എഫക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ആണ് ഈ ഒരു ബാഗ്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ്. ഇത് ഈ അക്രിലിക് യാൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെ കളറും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹോബി സ്റ്റോറിന് ഞാൻ നിങ്ങൾക്ക് ഈ ബേസിക് സ്റ്റിച്ചുകളെല്ലാം പഠിപ്പിച്ചു തരുന്ന ഒരു യാണുണ്ടല്ലോ, ആ യാണാണ് ഇത്. ഇതിനൊരു എന്താണ് പറയുക, ഒരു പുരു എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഇത് കുറച്ച് കട്ടിയുള്ള യാണായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ബേസിക് സ്റ്റിച്ചാണ് ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് കാണുന്ന പോലെ ഇത് പെട്ടെന്ന് കുഞ്ഞു ബാഗാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ആണ്. പിന്നെ ഈ റിങ് നമുക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഇതിൻ്റെ ഈ പാറ്റേൺ. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത്, നമുക്ക് ഈ ചെയിൻസ് നമ്മളിങ്ങനെ ഇടുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഊരി ഏത് ബാഗിന് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റാം. ഒരു 2 3 4 ചെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഏത് ബാഗിന് വേണമെങ്കിലും ഇടാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഇത് വേറെ ഒരു ടൈപ്പ് യാണാണ്, പോളിസ്റ്റർ ടൈപ്പ് യാൺ ഇട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ ഈ യാണിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെയ്ത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അത് മറ്റേ ഇതിൽ വെച്ചിട്ട് നമ്മളൊന്ന് കഴിച്ച് നമ്മൾ എൻഡ് ചെയ്തൊക്കെ വിടണം നമ്മൾ. ഇല്ലെങ്കിൽ നമ്മൾ അതിങ്ങനെ ഊരി ഇങ്ങനെ പോരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ സെയിം ഇത് നമ്മൾ ചെയ്തതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ബാഗും ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഷേപ്പിലൊക്കെ ഒരു ചെറിയ വ്യത്യാസവും കാര്യങ്ങളെല്ലാം വരും. പക്ഷെ നല്ല സ്റ്റൈലാണ് ഈ ബാഗ്. ഇട്ടിട്ടൊക്കെ പുറത്ത് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാം. ഒട്ടും വെയിറ്റ് ഇല്ല ഈ ബാഗിന്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോഷ്യയുടെ ബാഗുകൾ. ഇപ്പം ഞാനൊന്ന് ഓടിച്ചെടുത്തിട്ട് തപ്പി പിടിച്ചെടുത്തുകൊണ്ട് വന്ന ബാഗുകളാണ്. ഇനി വീട്ടിലൊക്കെ തപ്പിയാൽ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പം എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആണിത്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.